നെക്സ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് മാസ് ഫ്ലോ മീറ്റേഴ്സ്. അപ്പോൾ മാസ് ഫ്ലോ റേറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലോ മീറ്റേഴ്സിനെ പറ്റിയാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് റേഡിയേഷൻ ടൈപ്പ് മാസ് ഫ്ലോ മീറ്റർ. അപ്പോൾ ഏർലിയർലി യൂസ് ചെയ്യുന്ന മാസ് ഫ്ലോ ഡിറ്റർമിനേഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ രണ്ട് സെപ്പറേറ്റ് സെൻസേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് വോളിയോമെട്രിക് ഫ്ലോ റേറ്റ് മെഷർ ചെയ്യാനും മറ്റൊന്ന് ഡെൻസിറ്റി മെഷർ ചെയ്യാനുമായിട്ട് യൂസ് ചെയ്യുമായിരുന്നു. എന്നിട്ട് ഈ രണ്ട് സിഗ്നൽസും രണ്ട് ട്രാൻസ്മിറ്റർ സിഗ്നൽസായിട്ട് വേറൊരു മാസ് ഫ്ലോ കമ്പ്യൂട്ടിംഗ് മൊഡ്യൂളിൽ ഇൻപുട്ടായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായിരുന്നു പണ്ട് യൂസ് ചെയ്തിരുന്ന മെത്തേഡ്. പക്ഷേ ഈ ഒരു മെത്തേഡിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ പ്രോസസ് വേരിയബിൾസായ ടെമ്പറേച്ചർ, പ്രഷർ, വിസ്കോസിറ്റി ഇതുപോലുള്ള അത് വേരിയബിൾസിന് ചേഞ്ച് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് കറക്ഷൻസ് നമ്മൾ കൂടെ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു ഇതിനെ മറികടന്നുകൊണ്ട് വന്ന ഒരു ടെക്നിക്കാണ് ഒരു കമ്പൈൻഡ് മാസ് ഫ്ലോ സിസ്റ്റം. അതായത് അതിനെയാണ് നമ്മൾ റേഡിയേഷൻ ടൈപ്പ് മാസ് ഫ്ലോ മീറ്റർ. അതായത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഡെൻസിറ്റി ഓർ മാസ് ഫ്ലോ സിസ്റ്റം മെയ്ഡ് ഇറ്റ് ഈസിയർ ടു യൂസ് ദിസ് ടെക്നിക്. അപ്പോൾ അതിൻ്റെ കീ വർക്കിംഗ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദ മൾട്ടിപ്പിൾ ഇൻപുട്ട് ട്രാൻസ്മിറ്റർ. എൻ്റെ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇൻപുട്ട് ട്രാൻസിസ്റ്റർ. ആ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് കാണാം ഇൻഡിക്കേറ്റർ ഓർ ട്രാൻസ്മിറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ മൾട്ടിപ്പിൾ ഇൻപുട്ടായിരിക്കും. രണ്ട് ഇൻപുട്ടും ഒരു ട്രാൻസ്മിറ്ററിൽ തന്നെയാണ് ഉള്ളത്. ഒരു ഔട്ട്പുട്ടും കാണും. സോ മൾട്ടിപ്പിൾ ഇൻപുട്ട് ട്രാൻസ്മിറ്റർ ഇൻ അഡീഷൻ ടു എ റേഡിയേഷൻ ടൈപ്പ് ഡെൻസിറ്റി ഇൻപുട്ട് accepts a flow measurement signal from any volumetric flow meter. അപ്പോൾ ആ മൾട്ടിപ്പിൾ ഇൻപുട്ട് ട്രാൻസ്മിറ്റർ കൂടാതെ തന്നെ എന്തുകൊണ്ട് ഒരു റേഡിയേഷൻ ടൈപ്പ് ഡെൻസിറ്റി ഇൻപുട്ടും കൂടെ ഉണ്ട്. റേഡിയേഷൻ ടൈപ്പ് ഡെൻസിറ്റി സെൻസർ എന്ന് കൊടുത്തേക്കുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് മൾട്ടിപ്പിൾ ഇൻപുട്ട് ട്രാൻസ്മിറ്ററും ഉണ്ട്. ആൻഡ് അറ്റ് accepts a flow measurement signal from any വോളിയോമെട്രിക് ഫ്ലോ മീറ്റർ. അപ്പോൾ വോളിയോമെട്രിക് ഫ്ലോ മീറ്റർ എന്ന് വരുന്ന ഇൻപുട്ടും അത് അക്സെപ്റ്റ് ചെയ്യും. ആ റേഡിയേഷൻ ടൈപ്പ് ഡെൻസിറ്റി സെൻസർ എന്ന് വരുന്ന ആ ഒരു ഇൻപുട്ടും ഇത് അക്സെപ്റ്റ് ചെയ്യും. ബേസ്ഡ് ഓൺ ദീസ് ടു ഇൻപുട്സ് ദ മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് ട്രാൻസ്മിറ്റർ ജനറേറ്റ് ആൻ ഔട്ട്പുട്ട് സിഗ്നൽ ദാറ്റ് റിലേറ്റ്സ് ടു മാസ് ഫ്ലോ. അപ്പോൾ ഈ രണ്ട് ഇൻപുട്സും ബേസ് ചെയ്തുകൊണ്ട് ഈ ട്രാൻസ്മിറ്റർ, അതായത് ഈ മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യും? ഒരു ഔട്ട്പുട്ട് സിഗ്നൽ ജനറേറ്റ് ചെയ്യും. ആ സിഗ്നൽ എന്ന് പറയുന്നത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്യും? മാസ് ഫ്ലോ റേറ്റുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇതാണ് റേഡിയേഷൻ ടൈപ്പ് മാസ് ഫ്ലോ മീറ്റർ. അപ്പോൾ ഈ റേഡിയേഷൻ ടൈപ്പ് ഡെൻസിറ്റി ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പേരെന്ന് തന്നെ മനസ്സിലാക്കുക എങ്ങനെയായിരിക്കുമെന്ന്. ഒരു റേഡിയേഷൻ കടത്തി വിട്ട് ആ ചേഞ്ച് ഇൻ ഡെൻസിറ്റി മെഷർ ചെയ്യുന്ന ഒരു ഡിവൈസാണ് റേഡിയേഷൻ ടൈപ്പ് ഡെൻസിറ്റി സെൻസർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ റേഡിയേഷൻ ടൈപ്പ് മാസ് ഫ്ലോ മീറ്റർ. നെക്സ്റ്റ് വരുന്നതാണ് ആംഗുലാർ മൊമെൻറ്റം ടൈപ്പ് ഫ്ലോ മീറ്റേഴ്സാണ് ഇനി വരുന്നതെല്ലാം. അപ്പോൾ അതിൽ വരുന്ന ഒരെണ്ണമാണ് ഇമ്പല്ലർ ടർബൈൻ ഫ്ലോ മീറ്റർ. This type uses two rotating elements in the fluid stream, an impeller and a turbine. അപ്പോൾ പേരെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം രണ്ട് റൊട്ടേറ്റിംഗ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും, ഒരു ഇമ്പല്ലറും ഒരു ടർബൈനും. ഈ രണ്ട് എലമെൻറ്റ്സിനും അവനവൻ്റേതായ ചാനൽസ് കാണും ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഫസ്റ്റ് ഇത് ഇമ്പല്ലർ ഈസ് ഡ്രിവൺ അറ്റ് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് ബൈ എ സിങ്ക്രണസ് മോട്ടർ ത്രൂ എ മാഗ്നറ്റിക് കപ്ലിംഗ് ആൻഡ് ഇമ്പാർട്ട്സ് ആൻ ഇംഗുലർ വെലോസിറ്റി ടു ദ ഫ്ലൂയിഡ് ആസ് ഇറ്റ് ഫ്ലോസ് ത്രൂ ദ മീറ്റർ. അപ്പോൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇമ്പല്ലറിന് ഒരു റോട്ടർ വഴി മാഗ്നറ്റിക് കപ്ലിങ്ങിലൂടെ ഒരു റോട്ടർ വഴി ഈ ഇമ്പല്ലർ എന്ത് ചെയ്യുകയാണ്? കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം എന്ത് സംഭവിക്കും? ഈ വരുന്ന ഫ്ലൂയിഡ് ഈ ഇമ്പല്ലറിൽ കൂടെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഫ്ലൂയിഡിനൊരു ആംഗുലാർ വെലോസിറ്റി ചേഞ്ച് ഉണ്ടാവും. The turbine located downstream of the impeller removes all the angular momentum from the fluid and thus receives a torque proportional to the angular momentum. അപ്പോൾ നമ്മുടെ ആ ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാക്കാം ആദ്യം ഒരു ഇമ്പല്ലർ കാണും, അത് കഴിഞ്ഞൊരു ടർബൈൻ ഉണ്ട്. അപ്പോൾ ഈ ഇമ്പല്ലറിൽ നിന്ന് വരുന്ന ആ ഒരു ഫ്ലൂയിഡ് ഒരു ആംഗുലാർ വെലോസിറ്റി ചേഞ്ച് ഉള്ള ഫ്ലൂയിഡാണ് വരുന്നത്. അത് ഈ ടർബൈനിലോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ടർബൈൻ എന്ന് പറയുന്നത് ഈ ആംഗുലാർ മൊമെൻറ്റത്തെ എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. അത് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ടോർക്ക് കൊടുത്തുകൊണ്ട് തന്നെ ഈ ആംഗുലാർ മൊമെൻറ്റത്തിന് പ്രൊപ്പോർഷണലായിട്ട്
ഒരു ടോർക്ക് കൊടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ആംഗുലാർ മൊമെൻറ്റത്തെ റിമൂവ് ചെയ്യുന്നത്. This turbine is restrained by a spring that deflects through an angle that is proportional to the torque exerted upon it by the fluid. അപ്പോൾ ഈ ടർബൈൻ എന്ന് പറയുന്നത് ഒരു സ്പ്രിങ്ങുമായിട്ട് റീസ്ട്രെയിൻ ചെയ്ത് വെച്ച്, അതിൻ്റെ ആ ഒരു ഫിഗറിൽ അങ്ങോട്ട് ആ ടർബൈൻ കഴിഞ്ഞിട്ട് ഒരു റീസ്ട്രെയിൻഡ് സ്പ്രിങ് എന്ന് കൊടുത്തേക്കുന്നുണ്ട്. അപ്പോൾ ആ സ്പ്രിങ് എന്ത് ചെയ്യും, ഡിഫ്ലക്റ്റ് ചെയ്യും, ഒരു ആംഗിളിലൂടെ എന്ത് ചെയ്യും, ഡിഫ്ലക്റ്റ് ചെയ്യും. ആ ആംഗിൾ എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷനായിരിക്കും, ഈ ടർബൈൻ, ഈ ഫ്ലൂയിഡ് ടർബൈനിൽ കൊടുത്ത ആ ടോർക്കിന് പ്രൊപ്പോർഷണലായിരിക്കും ഈ സ്പ്രിങ് ഡിഫ്ലക്റ്റ് ചെയ്യുന്ന ആംഗിൾ, ദസ് ഗീവിങ് എ മെഷർ ഓഫ് മാസ് ഫ്ലോ. അപ്പോൾ ആ ആംഗിൾ ആയിരിക്കും എന്ത് മെഷർമെൻറ്റ് കൊടുക്കുന്ന ആ മാസ് ഫ്ലോ ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക്സ്. അപ്പോൾ എന്താണ് ആദ്യം സംഭവിക്കുന്നത്, ഇമ്പല്ലറിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും, ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഫ്ലൂയിഡിനൊരു ആംഗുലാർ മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യും. അത് പിന്നെ എങ്ങോട്ട് പോകും, ടർബൈനിലോട്ട് പോകുമ്പോൾ ടർബൈൻ എന്തിന് ശ്രമിക്കും, ഈ ആംഗുലർ മൊമെൻറ്റത്തെ എല്ലാം റിമൂവ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അതിനൊരു ടോർക്ക്, അതിന് പ്രൊപ്പോർഷണലായിട്ടൊരു ടോർക്ക് റിസീവ് ചെയ്യും. ആ ടോർക്ക് എന്ന് പറയുന്നത് റിസീവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അതിന് പ്രൊപ്പോർഷണലായിട്ട് ഒരു ആംഗിളിൽ ഈ ടർബൈനുമായിട്ട് റീസ്ട്രെയിൻ ചെയ്ത് വയ്ക്കുന്ന സ്പ്രിങ് എന്ത് ചെയ്യും, ഒരു ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്യും. ആ ആംഗിൾ എന്ന് പറയുന്നത് ഏതിന് ഈക്വലായിരിക്കും, ഒരു മാസ് ഫ്ലോ റേറ്റിന് ഈക്വലൈസ് ചെയ്ത് വരും. ഇതാണ് ഇമ്പല്ലർ ടർബൈൻ ഫ്ലോ മീറ്ററിൻ്റെ ബേസിക് വർക്കിംഗ്. നെക്സ്റ്റ് വരുന്നതാണ് ട്വിൻ ടർബൈൻ ഫ്ലോ മീറ്റർ. അപ്പോൾ ഇതും ഒരു ആംഗുലാർ മൊമെൻറ്റം ടൈപ്പ് ഡിവൈസാണ്. ഇപ്പോൾ ട്വിൻ ടർബൈൻ എന്ന് കേട്ടാൽ നമുക്കറിയാം രണ്ട് ടർബൈൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇൻ ദിസ് ഇൻസ്ട്രുമെൻറ്റ് 2 ടർബൈൻസ് ആർ മൗണ്ടഡ് ഓൺ എ കോമൺ ഷാഫ്റ്റ്. ഒരേ കോമൺ ഷാഫ്റ്റിൽ 2 ടർബൈൻ മൗണ്ട് ചെയ്തേക്കാണ്. They are connected with a calibrated torsion member. A reluctance type pickup coil is mounted over each turbine and a strong magnet is located in each turbine within the twin turbine assembly. അപ്പോൾ അതുകൂടാതെ തന്നെ എന്തൊക്കെ പെക്യുലാരിറ്റി ഉണ്ട്, ഓരോ ടർബൈനിലും ഓരോ പിക്കപ്പ് കോയിൽ ഉണ്ടായിരിക്കും, ഒരു റിലക്റ്റൻസ് ടൈപ്പ് പിക്കപ്പ് കോയിൽ ഉണ്ടായിരിക്കും. ആൻഡ് എ സ്ട്രോങ് മാഗ്നറ്റും എന്തുണ്ടായിരിക്കും, ഓരോ ടർബൈനിൽ ഉണ്ടായിരിക്കും. അതതിൻ്റെ സ്ട്രക്ചറാണ് പറയുന്നത്. ഈച്ച് ടർബൈൻ ഈസ് ഡിസൈൻഡ് വിത്ത് എ ഡിഫറെൻറ്റ് ബ്ലേഡ് ആംഗിൾ. ഇനി ഈ പറയുന്ന 2 ടർബൈനും ഡിഫറെൻറ്റ് ബ്ലേഡ് ആംഗിളിലായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. സോ ദെയർ ഈസ് എ ടെൻഡൻസി ഫോർ ദ ടർബൈൻസ് ടു ടേൺ അറ്റ് ഡിഫറെൻറ്റ് ആംഗുലർ വെലോസിറ്റി. അപ്പോൾ 2 ബ്ലേഡ് ആംഗിൾ ആയതുകൊണ്ട് തന്നെ ഈ ടർബൈൻസ് 2 ആംഗുലർ വെലോസിറ്റിയിൽ ടേൺ ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. Since the motion of turbines is restricted by the coupling torsion member or torque, the entire assembly rotates in unison at some average velocity. നമ്മൾ പറഞ്ഞ് ഇത് ഒരു കോമൺ ഷാഫ്റ്റിലാണ് മൗണ്ട് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് ടർബൈനും ഡിഫറെൻറ്റ് ആംഗുലർ വെലോസിറ്റിയിൽ കറങ്ങാനാണ് സാധ്യതയെങ്കിലും ഈ ഒറ്റ ടോർഷൻ മെമ്പർ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഈ ടർബൈൻ്റെ മൂവ്മെൻറ്റിനെ ഈ ടോർക്ക് എന്ത് ചെയ്യും, റെസ്ട്രിക്റ്റ് ചെയ്യും. അത് കാരണം എന്ത് ചെയ്യും, ഈ 2 ടർബൈനും ഒരേ വെലോസിറ്റിയിൽ തന്നെ എന്ത് ചെയ്യും, ഒരുമിച്ച് റൊട്ടേറ്റ് ചെയ്യും. അന്നേരം എന്ത് സംഭവിക്കും, ആൻ ആംഗുലാർ ഫേസ് ഷിഫ്റ്റ് ഈസ് ഡെവലപ്ഡ് ബിറ്റ്വീൻ ദ 2 ടർബൈൻസ്. അന്നേരം ഒരു ആംഗുലാർ ഫേസ് ഷിഫ്റ്റാണ് 2 ടർബൈൻസിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്തത് ഉണ്ടാവുന്നത്. വെലോസിറ്റി അല്ല ചേഞ്ച്, വെലോസിറ്റി ചേഞ്ചിനെ മറികടന്ന് അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി അവിടെ ഒരു ഫേസ് ഷിഫ്റ്റാണ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. ദിസ് ആംഗിൾ ഈസ് എ ഡയറക്റ്റ് ഫങ്ഷൻ ഓഫ് ദ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദ ഫ്ലൂയിഡ്. അപ്പോൾ ഈ ഫേസ് ഷിഫ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് എന്തിന് ഡയറക്റ്റ് ഫങ്ഷൻ ആയിരിക്കും, ആംഗുലാർ മൊമെൻറ്റത്തിന് ഡയറക്റ്റ് ഫങ്ഷനാണ്. അപ്പോൾ ഈ ആംഗുലാർ മൊമെൻറ്റം കിട്ടിക്കഴിഞ്ഞാൽ അത് മാസ് ഫ്ലോയ്ക്ക് ഈക്വലാണെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇൻ ദ ട്വിൻ ടർബൈൻ അസംബ്ലി ദ ടർബൈൻസ് ആർ നോട്ട് റീസ്ട്രെയിൻഡ് ബൈ ദ സ്പ്രിങ്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട കണക്ക് ഏതാണ്, ഇമ്പല്ലർ ടർബൈനിൽ കണ്ട കണക്ക് ടർബൈൻസ് സ്പ്രിങ് വഴിയൊന്നും അല്ല കണക്ട് ചെയ്തേക്കുന്നത്. ബട്ട് ദ ടോർഷൻ മെമ്പർ ദാറ്റ് ഹോൾഡ്സ് ദം ടുഗദർ ഈസ് ട്വിസ്റ്റഡ്. പക്ഷേ നമ്മൾ പറഞ്ഞ് ഇവിടെ കോമൺ ആയിട്ടൊരു ടോർഷൻ മെമ്പർ ഉണ്ടാക്കി, അല്ലെങ്കിൽ കോമൺ ഷാഫ്റ്റ് ഉണ്ടാക്കി, അതാണ് ഇത് രണ്ടിനെയും കൂടെ ഒരുമിച്ച് പിടിച്ചു നിർത്തുന്നത്. അതെന്ത് ചെയ്യും, ട്വിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
Therefore, the angle developed between the two turbines is a direct function of twist or torque exerted by the system. അതുകൊണ്ട് ഈ ആംഗിൾ ഡെവലപ്പ് ചെയ്യുന്നത് എന്തിന് പ്രൊപ്പോർഷണലായിരിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് ഫംഗ്ഷൻ ആയിരിക്കും, ഈ ട്വിസ്റ്റിന് പ്രൊപ്പോർഷണലായിരിക്കും. ദീസ് ആംഗിൾ ഈസ് മെഷേർഡ് ബൈ എ യൂണിക് മെത്തേഡ്. ഈ ആംഗിൾ നമുക്ക് ഒരു മെത്തേഡ് ടർബൈൻ മാഗ്നറ്റ് പാസസ് ഇറ്റ്സ് ഓൺ പിക്കപ്പ് കോയിൽ. ദ കോയിൽ ജനറേറ്റ് എ പൾസ്. ഈ ടർബൈൻ ഓരോ തവണ ഈ പിക്കപ്പ് കോയിലിൽ കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ ആ കോയിൽ എന്ത് ചെയ്യും, ഒരു പൾസ് ജനറേറ്റ് ചെയ്യും. ദ പൾസ് ഫ്രം ദ അപ്സ്ട്രീം ടർബൈൻ ഈസ് യൂസ്ഡ് ടു ഓപ്പൺ എ സോ കാൾഡ് ഇലക്ട്രോണിക് ഗേറ്റ്. ദ പൾസ് ഫ്രം ദ ഡൗൺ സ്ട്രീം ടർബൈൻ ക്ലോസസ് ദിസ് ഗേറ്റ്. An oscillator is placed in the electronic circuit and oscillations are counted while the gate is open. അപ്പോൾ ഒരു ഓസിലേറ്റർ വെച്ച് നമുക്ക് ഈ ഓസിലേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, കൗണ്ട് ചെയ്യാൻ പറ്റും. ദി നമ്പർ ഓഫ് ഓസിലേഷൻ ഈസ് ദസ് എ ഫംഗ്ഷൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദ ടർബൈൻസ്. അപ്പോൾ ഈ നമ്പർ ഓഫ് ഓസിലേഷൻ എന്തിന് ഫംഗ്ഷൻ ആയിരിക്കും, ആംഗിളിന് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും. നോളേജ് ഓഫ് ദിസ് ആംഗിൾ ഗീവ്സ് ദ വാല്യൂ ടർക്ക് വിച്ച് ഇൻ ടേൺ ഗീവ്സ് ദ മാസ് ഫ്ലോ റേറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി ഇതിൻ്റെ മാസ് ഫ്ലോ ഡിറ്റർമൈൻ ചെയ്യുന്നത്, ആ ഫ്ലോ റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ടൈപ്പ് മാസ് ഫ്ലോ മീറ്ററാണ് കോറിയോളിസ് ടൈപ്പ്. ഇപ്പോൾ കോറിയോളിസ് മീറ്റർ വർക്ക് ചെയ്യുന്നത് കോറിയോളിസ് എഫക്റ്റ് വെച്ചിട്ടാണ്, അതുകൊണ്ടാണ് അതിന് ആ പേര് വന്നത്. ദ ഫ്ലോ ഈസ് ഗൈഡഡ് ഇൻ ടു യു ഷേപ്പ്ഡ് ട്യൂബ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഇതെന്ന് പറയുന്നത് ഒരു യു ഷേപ്പ്ഡ് ട്യൂബായിരിക്കും. അപ്പോൾ ഫ്ലോ ഈ യു ഷേപ്പ്ഡ് ട്യൂബിൽ കൂടെ നമ്മൾ ഗൈഡ് ചെയ്യുന്നു. വെൻ ആൻ ഓസിലേറ്റിംഗ് എക്സൈറ്റേഷൻ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ടു ദ ട്യൂബ് causing it to vibrate, the fluid flowing through the tube will induce a rotation or twist to the tube because of Coriolis acceleration acting in opposite direction on either side of the applied force. അപ്പോൾ എപ്പോഴാണോ ഒരു ഓസിലേറ്റിംഗ് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ആ ട്യൂബിന് അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ ട്യൂബ് എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. അന്നേരം ഈ ഫ്ലൂയിഡ് എന്ത് ചെയ്യും, ഫ്ലൂയിഡ് ട്യൂബിൽ കൂടെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അതും ആ ഫ്ലൂയിഡ് കാരണം ഒരു റൊട്ടേഷൻ അല്ലെങ്കിൽ ട്വിസ്റ്റ് ആ ട്യൂബിന് ഉണ്ടാവും. അപ്പോൾ അതാണ് ബേസിക്കലി അതിൻ്റെ ആ ട്യൂബിൻ്റെ ട്വിസ്റ്റിംഗ് ആണ് ശരിക്കും നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെൻ ദ ട്യൂബ് ഈസ് മൂവിങ് അപ്വേർഡ് ഡ്യൂറിങ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സൈക്കിൾ. ഇപ്പോൾ ഒരു ഹാഫിൽ ട്യൂബ് മുകളിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ദ ഫ്ലൂയിഡ് ഫ്ലോയിങ് ഇൻ ടു ദ മീറ്റർ റെസിസ്റ്റ് ബീയിങ് ഫോഴ്സ്ഡ് അപ്പ് ബൈ പുഷിങ് ഡൗൺ ഓൺ ദ ട്യൂബ്. ഒരു ഫ്ലൂയിഡ് ആ മീറ്ററിൽ കൂടെ പോകുമ്പോൾ എന്ത് സംഭവിക്കും, ഈ മുകളിലോട്ട് പോയതിനെ അതെന്ത് ചെയ്യും, മുകളിലോട്ട് പോണതിൽ നിന്ന് ഇതിനെ റെസിസ്റ്റ് ചെയ്ത് അതിനെ ഡൗൺവേർഡ്സ് ആയിട്ട് എന്ത് ചെയ്യും, ഫോഴ്സ് ചെയ്യും. ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ദ ലിക്വിഡ് ഫ്ലോയിങ് ഔട്ട് ഓഫ് ദ മീറ്റർ റെസിസ്റ്റ് ഹാവിങ് ഇറ്റ്സ് വെർട്ടിക്കൽ മോഷൻ ഡിക്രീസ്ഡ് ബൈ പുഷിങ് അപ്പ് ഓൺ ദ ട്യൂബ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ എന്ത് സംഭവിക്കും, ആ ലിക്വിഡ് പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ പുറത്തോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും, ഇറ്റ് റെസിസ്റ്റ് ഹാവിങ് ഈസ് വെർട്ടിക്കൽ മോഷൻ ഡിക്രീസ്ഡ് ബൈ പുഷിങ് അപ്പ് ഓൺ ദ ട്യൂബ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അതെന്ത് ചെയ്യും, തിരിച്ച് അതിനെ വീണ്ടും എന്ത് ചെയ്യും, പുഷിങ് അപ്പ് എന്ത് ചെയ്യും, പുഷ് അപ്പ് ചെയ്യും. ട്യൂബിനെ എന്ത് ചെയ്യും, മുകളിലോട്ട് പുഷ് ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ആക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫസ്റ്റ് ഫിഗറിൽ കണ്ട വൈബ്രേറ്റിംഗ് ഫ്ലോ ട്യൂബ്, വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്ലോ ട്യൂബാണ് കാണിച്ചേക്കുന്നത്, താഴെ നിന്ന് മുകളിലോട്ട് വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലോ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഫ്ലൂയിഡ് ഫോഴ്സസ് റിയാക്ടിങ് ടു ദ വൈബ്രേഷൻ ഓഫ് ഫ്ലോ ട്യൂബ്. ഈ വൈബ്രേഷൻ നടക്കുന്ന സമയത്ത് ഈ ഫ്ലോ വരുമ്പോഴും പോകുമ്പോഴും എന്ത് സംഭവിക്കുന്നതാണ്, അപ്പോൾ ഫ്ലോ വരുമ്പോൾ ഫ്ലൂയിഡ് ഫോഴ്സ് ആണ് ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, ആ മുകളിലോട്ട് പോയതിനെ താത്താൻ നോക്കുകയാണ്. സെൻറ്ററിലെത്തുമ്പോൾ വീണ്ടും അതിനെ പൊക്കാൻ നോക്കുകയാണ്. കുറച്ചുകൂടെ അങ്ങറ്റത്തേക്കുമ്പോൾ വീണ്ടും അതിനെ എന്ത് ചെയ്യണം, പൊക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ. ഇങ്ങോട്ട് കയറി വരുമ്പോൾ അത് താഴ്ത്താൻ ശ്രമിക്കുകയും അങ്ങോട്ട് പുറത്തോട്ട് പോകുമ്പോൾ അതെന്ത് ചെയ്യും, വീണ്ടും താഴ്ത്താൻ ശ്രമിച്ചതിനെ തന്നെ വീണ്ടും പൊക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ എൻഡ് വ്യൂ ഓഫ് ദ ഫ്ലോ ട്യൂബ് നോക്കിയേ, ആ ട്വിസ്റ്റ് കാണിച്ചേക്കുന്നതാണ് കണ്ടാ. ആ സൈഡിൽ അതായത് കയറുന്ന സ്ഥലത്ത് അതെന്ത് ചെയ്യുന്നുണ്ട്, താഴ്ത്താൻ ശ്രമിക്കുകയും ആ പോകുന്ന സ്ഥലത്ത് അതെന്ത് ചെയ്യുന്നു, പൊക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ട്വിസ്റ്റ് ആംഗിൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആക്ഷൻ കൊണ്ട് എന്ത് ചെയ്യും, ഈ ട്യൂബ് ട്വിസ്റ്റ് ചെയ്യും. ദിസ് ആക്ഷൻ കാസസ് ദ ട്യൂബ് ടു ട്വിസ്റ്റ്.
and the tube is moving downwards during the second half of the vibration cycle. വൈബ്രേഷൻ സൈക്കിളിൻ്റെ തന്നെ രണ്ടാമത്തെ പാർട്ടിൽ ഈ ട്യൂബ് താഴോട്ട് പോവുകയാണെങ്കിൽ ഈ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. This twist results in a phase difference between inlet and outlet side, and this phase difference is directly affected by mass passing through the tube. അപ്പോൾ ഈ ട്വിസ്റ്റ് എന്ന് പറയുന്നത് എന്തിന് കോസ് ആവും? ഒരു ഫേസ് ഡിഫറൻസിന് കാരണമാകും, അല്ലെങ്കിൽ ഒരു ടൈം ലാഗിന് കാരണമാകും. An advantage of Coriolis flowmeters is that it measures the flow rate directly, which eliminates the need to compensate for changing temperature, viscosity and pressure condition. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി മാസ് ഫ്ലോ റേറ്റിനെ മെഷർ ചെയ്യുന്ന ഒരു ഫ്ലോമീറ്റർ ആണ്. അപ്പോൾ കോറിയോളിസ് ഫോഴ്സിൻ്റെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. F= 2m W × V. M എന്ന് പറയുന്നത് മാസ് ആയിരിക്കും, W എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി, V എന്ന് പറയുന്നത് വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ കോറിയോളിസ് ട്യൂബിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ഒരു സിംഗിൾ ട്യൂബ് ആവാം, അല്ലെങ്കിൽ 2 ട്യൂബായിട്ട് നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാം. അപ്പോൾ കണ്ടോ, ആ ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ ഒരു ട്യൂബ് ഉണ്ടായിരിക്കും, അവിടെ തന്നെ ഒരു 2 യു ഷേപ്ഡ് ട്യൂബ് കൊടുത്തേക്കുകയാണ്. അതിൽ തന്നെ പിക്ക് ഓഫ് കോയിൽ ഉണ്ടായിരിക്കും. ട്യൂബ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ വരുന്ന ഫ്ലോ അതിനെ ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ആ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും. ആ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് മാസ് ഫ്ലോ റേറ്റിന് ഈക്വൽ ആയിരിക്കും. ഇതാണ് ബേസിക്കലി കോറിയോളിസ് ടൈപ്പിൻ്റെ വർക്കിംഗ്. ലാസ്റ്റ് വരുന്നൊരു മാസ് ഫ്ലോമീറ്ററാണ് ഗൈറോസ്കോപ്പിക് ടൈപ്പ് ഫ്ലോമീറ്റർ. ഇതും ഏകദേശം കോറിയോളിസ് ടൈപ്പിനെ പോലെ തന്നെയാണ്. അനദർ ആംഗുലാർ മൊമെൻറ്റം ടൈപ്പ് മാസ് ഫ്ലോമീറ്റർ ഓപ്പറേറ്റ്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഗൈറോസ്കോപ്പ്. അപ്പോൾ ഗൈറോസ്കോപ്പിൻ്റെ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് അതിന് ഗൈറോസ്കോപ്പിക് ടൈപ്പ് ഫ്ലോമീറ്റർ എന്ന് പറയുന്നു. അപ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പൈപ്പ് ഷേപ്ഡ് ഇൻ ദ ഫോം ഓഫ് എ സർക്കിൾ ഓർ എ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സർക്കിളോ അല്ലെങ്കിൽ ഒരു സ്ക്വയറോ ആയിരിക്കും. ഇവിടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഒരു സർക്കുലർ ഷേപ്പാണ്, ഒരു എലിപ്റ്റിക്കൽ പോലത്തെ സർക്കുലർ ഷേപ്പാണ്. എ മോട്ടോർ ഇൻട്രൊഡ്യൂസസ് ആൻ ഓസിലേറ്റിംഗ് വൈബ്രേഷൻ at a constant angular velocity omega about the a axis. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ആക്സിസ് കൊടുത്തിട്ടുണ്ട്. എ ആക്സിസ് ആ ഇൻലെറ്റ് ആ ഒരു പോർഷനിൽ എ ആക്സിസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സർക്കുലറിൻ്റെ ഒരു മുകളിലോട്ട് പോർഷനിൽ ഒരു ബി ആക്സിസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പെർപെൻഡിക്കുലറായിട്ടൊരു സി ആക്സിസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറത്തോട്ട് പോകുന്നുണ്ട് ഫ്ലോ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു മോട്ടോർ ഈ ട്യൂബിനെ അല്ലെങ്കിൽ ഈ ഒരു ഫ്ലോമീറ്ററിനെ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യിക്കും. ഒരു കോൺസ്റ്റൻറ്റ് ആംഗുലാർ വെലോസിറ്റി കൊടുത്ത് എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യിക്കും. കോൺസ്റ്റൻറ്റ് ആംഗുലാർ വെലോസിറ്റി ഒമേഗ എബൌട്ട് ദ എ ആക്സിസ്. എ ആക്സിസിൽ ഒരു ആംഗുലാർ വെലോസിറ്റി കൊടുത്ത് ഈ ഒരു ട്യൂബിനെ എന്ത് ചെയ്യിക്കും? വൈബ്രേറ്റ് ചെയ്യിക്കും, അല്ലെങ്കിൽ ഈ ഒരു പൈപ്പിനെ വൈബ്രേറ്റ് ചെയ്യും. when the fluid passes through the loop. നേരത്തെ നമ്മൾ ആ ഒരു കോറിയോളിസിലും പറഞ്ഞത് ആദ്യം നമ്മൾ എന്ത് ചെയ്യിക്കുന്നു എന്നാണ്? യൂട്യൂബിനെ വൈബ്രേറ്റ് ചെയ്യിക്കുന്നു. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ഒരു ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു? പാസ് ചെയ്യുകയാണ്. ആ ലൂപ്പിൽ കൂടെ ഫ്ലൂയിഡ് പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എ പ്രിസിഷൻ ടൈപ്പ് മൊമെൻറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് അബൌട്ട് ദ ബി ആക്സിസ്. ഒരു പ്രിസിഷൻ ടൈപ്പ് മൊമെൻറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ആ ബി പെർപെൻഡിക്കുലർ ആക്സിസിൽ ഒരു മൊമെൻറ്റ് എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ബൈ ദ ഡിഫ്ലക്ഷൻ ഓഫ് എ സെൻസിങ് എലമെൻറ്റ്. ഈ മൊമെൻറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഒരു ഡിഫ്ലക്ഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്യുന്നത്. ദിസ് ഡിഫ്ലക്ഷൻ ക്യാൻ ബി ഷോൺ ടു ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ഫ്ലോ. അപ്പോൾ ആ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? മാസ് ഫ്ലോയ്ക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ബേസിക് വർക്കിംഗ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സ്ലറീസൊക്കെ ഹാൻഡിൽ ചെയ്യാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന ഫ്ലോമീറ്ററാണ്. ഇൻഡസ്ട്രിയൽ യൂസിൽ ഇത് ലിമിറ്റഡ് ആയിട്ടേ യൂസ് ചെയ്യാറുള്ളൂ. കാരണം ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ ഹൈ ഫ്ലോ റേറ്റ് വരുമ്പോൾ ഇതിന് പെട്ടെന്ന് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വരില്ല. ഇനബിലിറ്റി ടു ഹാൻഡിൽ ഹൈ ഫ്ലോ റേറ്റ്സ്.
അതാണ് ബേസിക്കലി ഗൈറോസ്കോപ്പിക് മാസ് ഫ്ലോ മീറ്ററിൻ്റെ പ്രത്യേകത. അതായത് ആ പൈപ്പിനെ നമ്മളൊരു പർട്ടിക്കുലർ ആംഗുലർ വെലോസിറ്റിയിൽ വൈബ്രേറ്റ് ചെയ്യിക്കും. ഫ്ലൂയിഡ് എപ്പോഴാണോ ആ പൈപ്പ് വഴി പോകുന്നത് അന്നേരം ആ ഒരു പെർപെൻഡിക്കുലർ ആക്സിസിൽ എന്ത് ചെയ്യും, ഒരു മൊമെൻറ്റ് ജനറേറ്റ് ചെയ്യുകയും അവിടെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. ഈ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണലായിരിക്കും? മാസ് ഫ്ലോയ്ക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് പൊതുവെ മാസ് ഫ്ലോ മീറ്റേഴ്സ്.